അപ്പോൾ ഈ 16 ലക്ഷം കൊടുത്ത് PR ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും സത്യം കാണത്തില്ല. എന്തെങ്കിലും ചെയ്തിട്ട് ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ? ചിലപ്പോഴൊക്കെ കാണും. ഫേവററ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് ആരെങ്കിലും ഉണ്ടോ? ചേച്ചിക്ക് കുറേ പേരുണ്ട്, എല്ലാവരുടെയും പേര് ഞാൻ പറയുന്നില്ല. ഈ ചേച്ചിയുടെ സീസണിൽ PR വർക്ക് ചെയ്ത ആരെങ്കിലും വിജയിച്ചായിട്ട് ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഞങ്ങളുടെ സീസണിൽ ആ സാധനമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങളുടെ സീസണിൽ കപ്പ് പോലും ഇല്ലായിരുന്നു. സീരിയൽ ആർട്ടിസ്റ്റായ അനുമോള് 16 ലക്ഷം രൂപയുടെ PR ചെയ്തിട്ടാണ് ബിഗ് ബോസിൽ നിൽക്കുന്നതെന്നൊരു അതിൻ്റെ അകത്തുള്ള ആൾക്കാരും പറയുന്നുണ്ട്. അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ PR വർക്ക് കൊണ്ട് നിൽക്കുന്ന ആൾക്കാർ, PR വർക്ക് കൊണ്ട് നിൽക്കുന്ന കുറേ പേരുണ്ട്. ഈ സാബുമാനൊക്കെ പോലുള്ള കണ്ടസ്റ്റൻറ്റ് അവിടെ ഒരു കോണ്ടൻറ്റും കൊടുക്കാതെ വെറുതെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നത് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ക്യാമറയുടെ മുമ്പിൽ പോലും അയാളെ കാണാൻ കിട്ടുന്നില്ലല്ലോ. സത്യമായിട്ടും അങ്ങനെ പുള്ളിയെപ്പോലും ക്യാമറയുടെ അപ്പോൾ ഈ 16 ലക്ഷം കൊടുത്ത് PR ചെയ്തെന്ന് പറയുമ്പോഴത്തേക്ക് അതിലെന്തെങ്കിലും സത്യം കാണത്തില്ല. എന്തെങ്കിലും ചെയ്തിട്ട് അനീഷേട്ടൻ കപ്പടിക്കുന്ന ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി ഈ സീസൺ കണ്ടിട്ട് ചേച്ചിക്ക് എന്ത് തോന്നുന്നു? ആരെങ്കിലും പ്രേക്ഷകർ സത്യമായിട്ടും ഈ പ്രാവശ്യം റേറ്റിംഗ് കുറവാണെന്നാണ് പറയുന്നത്. കാരണം അവർ സത്യമായിട്ടും ലാലേട്ടനാണ് പറഞ്ഞത്. ലാലേട്ടൻ പറഞ്ഞ വോട്ടിംഗ് ഇല്ലെന്ന്. കാരണം റേറ്റിംഗിൽ വോട്ടിങ്ങും ഇല്ല. ലാലേട്ടൻ വോട്ടിംഗ് ഇല്ലെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. മാത്രമല്ല എല്ലാവരും അങ്ങനെ പറയും. ഞാൻ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. നമ്മൾ വെളിയിൽ നിന്ന് നമ്മൾ ചിന്തിക്കുന്ന പോലെ ഒന്നും ആയിരിക്കില്ല അവിടെ ചെന്ന് നമ്മൾ ഗെയിം കളിക്കുന്നത്. പിന്നെ ഈ വെളിയിൽ PR ഉണ്ടോയെന്നും നമ്മുടെ സമയത്ത് PR ഇല്ലായിരുന്നു. നമുക്കറിയത്തേയില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ. അന്ന് സോഷ്യൽ മീഡിയ ഇത്ര ആക്റ്റീവ് അല്ലായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് അതിനെപ്പറ്റി PR-നെ പറ്റി പറയാൻ അറിയത്തില്ല. എനിക്ക് എന്തായാലും PR ഇന്ന് വരെ ഇല്ല. എൻ്റെ PR ഞാൻ തന്നെയാണ്. ഈ ആര്യൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റൻറ്റ് കഴിഞ്ഞ ഈ ലാസ്റ്റ് എപ്പിസോഡിൽ ഔട്ടായിട്ടുണ്ടായിരുന്നു. അത് അൺഫെയർ ആണെന്ന് പറഞ്ഞ് കുറേ പേര് മുമ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് കണ്ട പ്രേക്ഷകർക്കും അത് അൺഫെയർ ആയിട്ട് തന്നെ തോന്നുന്നു. അപ്പോൾ അതിലൊരു PR വർക്ക് ഉണ്ടെന്നല്ലേ അതിനർത്ഥം? കാരണം അത് ആര്യൻ്റെ പോലും കോണ്ടന്റ് കൊടുക്കാത്ത വ്യക്തിയാണല്ലോ സാബുമാൻ. ചേച്ചി ബിഗ് ബോസിൽ പോയൊരു ചേച്ചിയാണല്ലോ. അപ്പോഴത്തേക്ക് എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും കൂടുതൽ അറിയില്ല സത്യമായിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ എനിക്കും അറിയാം. ഈ 16 ലക്ഷം കൊടുത്ത് അനുമോൾക്ക് PR ചെയ്യാനുള്ള കഴിവുണ്ടോ? കാരണം ചോദിച്ചോളൂ, എന്തിനാണ് ഇത് അവരെന്തെങ്കിലും ചെയ്ത് PR ചെയ്തോ എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്തിനാണ് എന്തെങ്കിലും കാണിച്ചവർക്ക് ജീവിച്ചു പോട്ടറ? നിങ്ങൾ ഈ കിടന്ന് ആർട്ടിസ്റ്റുകളുടെ കൂടെ വന്ന് ഇങ്ങനെ വീഡിയോ എടുക്കുന്നില്ല. നിങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരും ആ പ്രോഗ്രാമിൽ വന്ന് ഓരോന്നും ചെയ്യുന്നതും. അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അവർ ഇവിടെ എത്തിയില്ലേ? എങ്ങനെ കിടന്ന് വെച്ചത്? എങ്ങനെ ഫാമിലി അത്രയും പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത് വന്ന കുട്ടിയാണ് എനിക്ക് അവരുടെ ഗെയിം പ്ലാനിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും അക്ബറിനും അനീഷിനും ഇവർക്കും 3 പേർക്കും ആദ്യം മുതൽ അവസാനം വരെ വ്യക്തമായ ഗെയിം പ്ലാനുണ്ട്. അവർ ആദ്യം മുതൽ എങ്ങനെ കളിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോഴും കളിക്കുന്നത്. അതവരുടെ ഗെയിം പ്ലാൻ ആയിരിക്കും. എനിക്കല്ലാതെ ഇവർ 3 പേരും എൻ്റെ പേഴ്സണലി എനിക്ക് ഒത്തിരി അറിയാവുന്ന ആളെയല്ല. അനൂക്ക് എനിക്ക് ജസ്റ്റ് അറിയാവുന്നല്ലാതെ എൻ്റെ പേഴ്സണൽ ഫ്രണ്ടല്ല. ഞാൻ വെളിയിൽ നിന്ന് നിങ്ങളെപ്പോലെ തന്നെ ഇങ്ങനെ ഈ 16-ൻ്റെ 20-ൻ്റെ ഒക്കെ കണക്ക് നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇങ്ങനെ തന്നെ അറിയുള്ളൂ. എനിക്കൊന്നും സത്യസന്ധമായിട്ട് അറിയില്ല. നെവിൻ ഇത് കഴിഞ്ഞ സീസൺ പക്ഷേ ഷാനവാസിനെ ഞാനത് എപ്പിസോഡ് കണ്ടില്ല. പിന്നെ അത് ചോദിച്ചിട്ട് കാര്യമില്ല. പിന്നെ നീ കറക്റ്റ് ചെയ്യാൻ എല്ലാ എപ്പിസോഡും കണ്ടതെന്ന് വെച്ചിട്ടാണല്ലോ ഇത്ര പേരോട് ചോദിച്ചത്. അപ്പോൾ ഓക്കെ ചേച്ചി, എനിക്കുള്ള കണ്ടന്റ് 4 മിനിറ്റ് ഇപ്പൊ എനിക്കുള്ള കുറച്ച് സാധനം തന്നില്ലേ? 3 പേരിൽ ആരായിരിക്കും കപ്പടിക്കാൻ? ഞാൻ ഇവര് 3 പേർക്കും ഇവരെക്കാളൊക്കെ സൗഹൃദം എനിക്ക് ഷാനവാസുമായിട്ടാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലല്ലോ ഷാനവാസിന്റെ പേര്. ഒരു ഗെയിം വെളിയിൽ നിന്ന് കാണുന്നുള്ള രീതിയിൽ ഇവർ 3 പേരുമാണ് ഫൈനലിൽ വരുന്നത്. ആദിലെ നൂറ് അവരും ഫൈനലിൽ വരാൻ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇവർ 3 പേരുമാണ് വരാൻ ചാൻസ് കൂടുതൽ. അത്രേ ഉള്ളൂ. ആര് പണപ്പെട്ടി എടുക്കണം ചേച്ചി ആഗ്രഹിക്കുന്നത്? ആ പണപ്പെട്ടി എനിക്കൊരു ഞാൻ കൊണ്ടുപോകണം. എനിക്കറിയില്ലടാ ഇതൊന്നും. അങ്ങനെ ഒരു സാധനം വന്നോ ഇതുവരെ? ഇല്ല. ഇന്ന് മുതൽ വരും. ചിരി വരുന്നുണ്ട്. കഴിഞ്ഞില്ലേ? മതി. അതിലെടുക്കുന്ന പറയുന്നത് പറഞ്ഞോ? അപ്പോൾ ഓക്കെ ചേച്ചി, താങ്ക് യു. ശരിയില്ല, മതിയില്ലേ? സന്തോഷം. കിട്ടാനുള്ളതൊക്കെ കിട്ടിയില്ലേ? അത്യാവശ്യം വിന്നർ ഉണ്ടായില്ലല്ലോ.
ഇല്ല 60 അത് മറ്റേ കൊറോണ വന്നിട്ട് കൊറോണ വിന്നറായി. അല്ല ഞാൻ മുന്നേ 64 ഞാൻ ഔട്ടായി. ചേച്ചിനെ വിളിച്ചാൽ ഇനിയും പോകും. ഇനി വിളിക്കാൻ പറ്റില്ല. ഇനിയും വിളിച്ചപ്പോൾ കൂടാ എന്താ പോയ കുഴപ്പം? എന്താ മോനെ സീസൺ കംപ്ലീറ്റ് ആയിട്ടില്ല. ഇത് ലക്ഷ്മി ചേച്ചി വന്നിട്ടുണ്ട്, അങ്ങോട്ട് ചെല്ലു ചെല്ലു ചെല്ലു. ആ ഓക്കെ ചേച്ചിനെ ഇവിടെ